ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻറ്റർ. നമ്മുടെ മത്സരമൊക്കെ ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് സാമ്പിൾ വെജിറ്റബിൾ പ്രിൻറ്റിങ് ഡിസൈൻസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യത്തെ കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ ഈ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ മത്സരത്തിനോടനുബന്ധിച്ച് ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നതിന് റേറ്റ് ഉണ്ടോ, ഫീസ് ഉണ്ടോ എന്നൊക്കെ കഴിഞ്ഞ വർഷം കുട്ടികളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് റേറ്റ് ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു ഗൂഗിൾ മീറ്റിലായിരിക്കും കേട്ടോ ക്ലാസ്. അപ്പോൾ ചെറിയൊരു ക്ലാസ് ആയിരിക്കും അതിന് നിങ്ങൾക്ക് ഫീസൊന്നും തരണ്ട. അതിന് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ താഴെ ഒരു ഗൂഗിൾ ഫോമിന് ഒരു ഷീറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തേക്കാം, ഒരു ഷീറ്റ് ഞാൻ ഷെയർ ചെയ്തേക്കാം. അതൊന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഏത് ദിവസമാണ് എന്നാണ് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പിൾ വെജിറ്റബിൾ പ്രിൻറ്റിങ് ഡിസൈൻസിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഒരു ബെഡ്ഷീറ്റിൻ്റെ ഡിസൈനാണ്. ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചിലതിൻ്റെ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്, ബാക്കിയുള്ളതിൻ്റെ ഞാൻ വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബെഡ്ഷീറ്റാണ്. ഇത് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഒരു ഡിസൈൻ പുറത്തേക്കും ഒരു ഡിസൈൻ അകത്തേക്കും വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ്, കാണാമല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു 3 ഡിസൈനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ ഒരു ഡിസൈൻ രണ്ടായിട്ട് ഭാഗിച്ചതിൽ ഒരു ഡിസൈനിൽ ഇതാ ഇതുപോലെ നമ്മൾ പുറത്തെ ബോർഡറിൽ യൂസ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഡിസൈനും അകത്ത് മറ്റൊരു ഡിസൈനും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സെയിം ഡിസൈൻ തന്നെ നമ്മളിതാ സെൻറ്റർ പീസിലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിതാ ഇവിടെ മുകളിൽ നമ്മുടെ കാർഡിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത് ഒന്നാമത്തെ ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലായിട്ടൊരു സൈഡിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ സെൻറ്ററിലുള്ള ഈ ഒരു പൂവിൻ്റെ ഡിസൈനൊക്കെ, ഒരു സർക്കിൾ വന്നേക്കുന്ന ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. ഇതിൽ നമുക്ക് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന കളറുകളൊന്നും നിങ്ങളങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആ കളറുകൾ യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ഞങ്ങൾ രണ്ടാമത്തെ ഡിസൈനായിട്ട് കാണിക്കാൻ പോകുന്നത് LP കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ക്ലോത്തിൻ്റെ ഡിസൈനാണ്. ഇത് മുഴുവൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈനല്ല, ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെച്ചാണ് ചെയ്തിരിക്കുന്നത്. 2 മോൾഡാണ് ഇതിനകത്ത് ആകെ യൂസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഞാൻ ഈ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഈ ഒരു ഡിസൈൻ കാണുന്നുണ്ടോ? ഈ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എല്ലാ ലൈൻസും അകത്തേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ്, ഒരു സ്റ്റാർ ഷേപ്പ് വരുന്ന രീതിയിൽ അകത്തേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോൾഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഡിസൈൻ എല്ലാം അകത്തേക്കല്ല വന്നിരിക്കുന്നത്. ഒരു മോൾഡ് വെച്ചത് നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മോൾഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ലൈൻസ് എല്ലാം കറക്റ്റ് അകത്തേക്ക് വരുന്ന, അല്ലെങ്കിൽ ഒരു ഷേപ്പിൽ വരുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇത് LP കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ ക്ലോത്തിൻ്റെ ഡിസൈനാണ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് LP കുട്ടികൾക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ക്ലോത്തിൻ്റെ ഡിസൈനാണ്. ഇതിൽ ഞാൻ പ്രത്യേകം ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഈ ഡിസൈനുകൾ നിങ്ങൾ ഈ ടേബിൾ ക്ലോത്തിനെന്ന് പറഞ്ഞ് തരുന്ന ഡിസൈൻ ടേബിൾ ക്ലോത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റിനാണെങ്കിലും സാരിക്കാണെങ്കിലും മറ്റ് പില്ലോ കവറാണ് അതുപോലെയുള്ള ഏത് ഡിസൈനിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞ വർഷം, അതായത് ഇതിനു മുന്നത്തെ വർഷം കുറേ കുട്ടികൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനാണ്. ഞാൻ പലർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പലർക്കും സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൽ 2 ഐറ്റംസ് തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
പിന്നെ പല കളറുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്റർ ഡിസൈൻ വരുമ്പോൾ മൾട്ടി കളർ യൂസ് ചെയ്യുന്നത്, 2 ഡിസൈനുകൾ രണ്ട് കളറുകൾ വരുന്നത് യൂസ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് 2 കളറുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കുട്ടികൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ചെയ്തു തരാം കേട്ടോ. നമ്മൾ ഏത് വീഡിയോയിലാണത് നോക്കേണ്ടതെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഇതൊരു ടേബിൾ ക്ലോത്തിൻ്റെ ഡിസൈനാണ്. അടുത്തത് കാണിച്ചു തരാൻ പോകുന്നത് ടേബിൾ ക്ലോത്തിനോ സാരിക്കോ ബെഡ്ഷീറ്റിനോ ഏതിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. സാരിക്കാണെങ്കിൽ ഇത് മുന്താണിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാരിയുടെ കംപ്ലീറ്റ് ബോർഡറിന് ഈ ബോർഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലും പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ലൈൻസ് തെറ്റിപ്പോകരുത്. വെക്കുന്ന സമയത്ത്, പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ലൈൻസ് ഒന്നും തെറ്റിപ്പോകരുത്. ഇതിൽ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂ ആൻഡ് വയലറ്റ് ആൻഡ് ഗ്രീൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് പല കളറുകൾ, പലരും ഞങ്ങളിതിനു മുൻപ് പലർക്കും ചെയ്ത് കൊടുത്തിട്ടുള്ള യെല്ലോയും ബ്ലാക്കും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കളറുകളൊക്കെ ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം കേട്ടോ. നല്ല ഡിസൈനുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനൊക്കെയുള്ള റിപ്ലൈ ഞാൻ തരാം. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഉരുളക്കിഴങ്ങാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മുഴുവൻ ഉരുളക്കിഴങ്ങിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നടുക്കൊരു വെണ്ടക്കയുടെ ഒരു ഡിസൈൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്ന ഒരു സിമ്പിൾ സാരി ബോർഡർ ഡിസൈനാണ്. ഇതാണ് നമ്മുടെ സാരി ബോർഡർ. സാരി ബോർഡറിൻ്റെ നടുക്ക്, അതായത് 2 ബോർഡറിൻ്റെ ഇടയിലുള്ള സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ യൂസ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം സാരിയുടെ മുന്താണി ചെയ്യുക, അതിനുശേഷം ബോർഡറുകൾ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു സമയത്തിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം എപ്പോഴും സാരിയുടെ മുന്താണി ചെയ്യുക, അതിനുശേഷം സാരിയുടെ ബാക്കി ഭാഗങ്ങൾ ചെയ്യുക. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു സാരി ബോർഡർ ഡിസൈനാണ്. ഇതും എല്ലാം ഉരുളക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നതും ഒരു സാരി ബോർഡറിനോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ ബോർഡറിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇത് ഞാൻ 2 വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാകും. ഒരു വിധം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോയെ നമ്മൾ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നു. കാണുന്നുണ്ടല്ലോ അല്ലേ? ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നു. ഈ സെയിം ഡിസൈൻ തന്നെ നമുക്ക് സ്ക്വയർ ഡിസൈനായിട്ട് തന്നെയും യൂസ് ചെയ്യാം. ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ? സെയിം ഡിസൈൻ തന്നെ നമ്മൾ 2 രീതിയിൽ യൂസ് ചെയ്തു. സെയിം മോൾഡിനെയാണ് നമ്മളിപ്പോൾ 2 വിധത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന മോൾഡിനെ മറ്റെന്തൊക്കെ വിധത്തിൽ യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരുന്നതാണ്. വീഡിയോ മുഴുവൻ കാണണം, സ്കിപ്പ് ചെയ്യരുത്. കൂടുതൽ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. തൊട്ട് മുൻപ് കാണിച്ചു തന്ന അതേ ഡിസൈൻ തന്നെ, ആ മോൾഡ് തന്നെ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു ഡിസൈനാണിത്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് വേണമെങ്കിൽ സാരിയുടെ ഒരു മുന്താണിയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ടേബിൾ ക്ലോത്ത് ആണ് ചെയ്യുന്നതെങ്കിൽ ടേബിൾ ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷനിലൊക്കെ ഇത് ചെയ്യാം. കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒരു ഡിസൈനിനെ തന്നെ പല വിധത്തിൽ യൂസ് ചെയ്യാനുള്ള ആ ഒരു സ്കോപ്പ് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. കണ്ടല്ലോ അല്ലേ? അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്ന നല്ല ബ്രൈറ്റ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതെല്ലാം നമ്മൾ പൊട്ടറ്റോ യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതും കഴിഞ്ഞ തവണ കുറേ പേർക്ക് സമ്മാനം കിട്ടിയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. മൾട്ടി കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ മാക്സിമം സ്ഥലം ബ്ലാങ്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എന്താണെങ്കിലും കോർണറുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം നമ്മൾ. ഇതിൻ്റെ മൾട്ടി കളർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് മറ്റ് വീഡിയോകളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്ന ഒരു സാരിയുടെ ഡിസൈനാണ്. ഇതിൻ്റെ ഇത്രയും ഭാഗം, ഈ മാങ്ങ ഡിസൈൻ വരുന്നതും ഈ 2 ലൈൻസ് വരുന്നതുമായിട്ടുള്ള ഇത്രയും ഭാഗം നമുക്ക് സാരി ബോർഡറായിട്ട് ഉപയോഗിക്കാം. ഇത് മുഴുവനായിട്ട്, അതായത് ഈ മാങ്ങ ഡിസൈൻ, ഈ സെൻറ്ററിലുള്ള ഡിസൈൻ, അപ്പുറത്തുള്ള മാങ്ങ ഡിസൈൻ,
ഇത്രയും വരുന്ന ഈ കംപ്ലീറ്റ് ആയുള്ള ഡിസൈൻ നിങ്ങൾക്ക് മുന്താണിയിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ മുകളിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾ കാണണം. ഇത് ഉരുളക്കിഴങ്ങ് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സാരി ബോർഡർ ഡിസൈനാണ്. പൊട്ടറ്റോ വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതും എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ലൈൻസ് തെറ്റിപ്പോകരുത്, ഡിസൈൻ മാറിപ്പോകും. നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ തെറ്റിപ്പോകും. ഇത് സാരിയുടെ ബോർഡറാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു സാരി ബോർഡറാണ്. ഇനി ഈ സെയിം സാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മുന്താണി ഡിസൈനും കൂടെ കാണിച്ചു തരാം. സാരി ബോർഡറിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ പൂക്കൾ, അതേ ഫ്ലവർ ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ കോർണറിൽ നമ്മൾ മുന്താണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോർണറിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ സെയിം മോൾഡിനെ തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഇങ്ങനെ ഒരു ഡിസൈന് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനും സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോർണറുകൾ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഈ സെയിം മോൾഡിനെ തന്നെ പല വിധത്തിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോർണറുകൾ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും സാരിയുടെ മുന്താണി ആദ്യം ചെയ്യുക, അതിനുശേഷം സാരി ബോർഡർ ചെയ്യുക. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു സാരി ബോർഡറിൻ്റെ ഡിസൈനാണ്. ഇത് ഈ സെയിം ഡിസൈനിൽ തന്നെ രണ്ട് രീതിയിൽ ചെയ്തേക്കുന്നതാണ്. ഇത് കാണിച്ചു തരാം കേട്ടോ ഡീറ്റെയിൽഡായിട്ട്. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു സാരി ബോർഡറിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഉപയോഗിക്കാം. സാരി ബോർഡറാണ് കേട്ടോ പറയുന്നത്. ഇതിലിപ്പോൾ മൾട്ടി കളർ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ യൂസ് ചെയ്യാം. ഈ സെയിം ഡിസൈനിൽ തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ രണ്ട് സൈഡിലും ഓണിയൻ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഈ സെയിം ഡിസൈൻ തന്നെ നമ്മൾ പ്രിൻറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, ഇത് സാരി ബോർഡറാണ്. ഇതിന് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ മുന്താണി കാണിച്ചു തരാം. ആ സെയിം ഡിസൈൻ തന്നെ, സെയിം മോൾഡുകൾ തന്നെ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഒരു മുന്താണി, സാരി മുന്താണി ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ കോർണറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ നേരത്തെ കാണിച്ചിരുന്ന ആ ഡിസൈൻ തന്നെ പല രീതിയിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ കോർണറുകളിൽ കേട്ടോ. ഇത് സാരി മുന്താണിയുടെ സെൻറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ്. മൾട്ടി കളർ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ യൂസ് ചെയ്യാം. വൈബ്രൻ്റ് ആയിട്ടുള്ള, എപ്പോഴും നല്ലപോലെ തെളിഞ്ഞു നിൽക്കുന്ന കളറുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ നല്ലത്. ഈ സാരി ബോർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. സാരി ബോർഡർ നമ്മളിങ്ങനെ സാരി ഉടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ സൈഡിൽ വരുന്ന ഡിസൈൻ ഇതുപോലെ തന്നെ സാരിയുടെ അപ്പുറത്തെ സൈഡിൽ നമ്മളിങ്ങനെ വിരിച്ചിടുന്ന സമയത്ത് ഈ സൈഡിൽ ഒരു ഡിസൈൻ വരുമല്ലോ. ഈ ബോർഡറിനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതിങ്ങനെ ഇവിടം തൊട്ട് ഫുൾ സാരി ലെങ്ത്തിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ സൈഡിൽ നിന്ന്, മുന്താണിയുടെ സൈഡിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഭാഗം എത്തിക്കഴിയുമ്പോൾ, അതായത് നമുക്ക് ആൾക്കാർക്ക് വിസിബിൾ ആയിട്ടുള്ള അത്രയും ഭാഗം നമ്മൾ മാക്സിമം കവർ ചെയ്യുക. പിന്നെയുള്ള അകത്തേക്ക് പോകുന്ന ഭാഗങ്ങൾ നമുക്ക് തൽക്കാലത്തേക്ക് ഒഴിവാക്കാം എന്നുള്ള ലെവലിലാണ് ആദ്യം ഞാൻ മുന്താണിക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ സാരി മുന്താണിയിൽ അങ്ങനെ രണ്ട് ഡിസൈൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു പില്ലോ കവറിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത്. ഇത് പില്ലോ കവറിന് ആവശ്യമായിട്ടുള്ള സെയിം സൈസിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 30 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്ററാണ് നമുക്കൊരു പില്ലോ കവർ വേണ്ടത്. അത് വേണ്ട അതേ സൈസിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൾട്ടി കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഈ സെയിം മോൾഡ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ്ഷീറ്റിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് പില്ലോ കവറാണ്. പില്ലോ കവറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിസൈനാണ്. ഇതും പില്ലോ കവറിന് 30 ഇൻറ്റു 60 എന്നുള്ള സൈസിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ യൂസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് കുറച്ച് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. മൾട്ടി കളറായിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല സിംഗിൾ കളറുകളാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കോർണർ ഡിസൈനുകൾ വരുന്നത്
ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ കോർണറിൽ ഈ ഡിസൈൻ വന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ടെക്നിക്കുകൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ആഡ് ചെയ്തേക്കാം. അടുത്തതായിട്ട് ഒരു പില്ലോ കവർ ഡിസൈനും കൂടെയാണ് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ നേരത്തെ ബെഡ്ഷീറ്റ്, കുറച്ച് നേരത്തെ നമ്മൾ ഒരു ഡിസൈനിൽ ബെഡ്ഷീറ്റിന് യൂസ് ചെയ്തിരിക്കുന്ന ആ സെയിം മോൾഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പില്ലോ കവർ, അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പില്ലോ കവറിൻ്റെ ഡിസൈനാണിത്. പൊട്ടറ്റോ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ യൂസ് ചെയ്യാം. യെല്ലോ ആൻഡ് ബ്ലാക്ക് ഉപയോഗിക്കാം, റെഡ് ആൻഡ് ഓറഞ്ച്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റിൻ്റെ ഡിസൈനാണ്. ഇതും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിനെ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു പില്ലോ കവർ ഡിസൈനാണ്. ഈ കോർണറുകളെല്ലാം ഉരുളക്കിഴങ്ങ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഉരുളക്കിഴങ്ങ് വെച്ച് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു മോൾഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ലൈൻസും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഷേപ്പ് എപ്പോഴും വരുന്ന രീതി കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എങ്കിലേ ഡിസൈനിനൊരു ഈവൻ ഷേപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഇപ്പോൾ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഡിസൈനുകളിൽ ഏതെങ്കിലും വീഡിയോകൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. നിങ്ങളെപ്പോഴും പുതിയ വീഡിയോ വരുന്നതിനനുസരിച്ച് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.